നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂലൈ മാസം 15-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന് കമൻറ്റ് നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നമ്മുടെ സംസ്ഥാനത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വലിയൊരു താങ്ങും തണലുമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ചികിത്സാ ധനസഹായ പദ്ധതി. മാരകമായ രോഗങ്ങൾ പിടിപെടുകയോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ മൂലമോ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുന്ന കുടുംബങ്ങൾക്ക് മറ്റ് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷകളോ സർക്കാർ ആനുകൂല്യങ്ങളോ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഈ ഫണ്ടിൽ നിന്നും ധനസഹായത്തിന് അപേക്ഷിക്കാവുന്നതാണ്. ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ വളരെ എളുപ്പത്തിൽ ഇതിനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. സാധാരണയായിട്ട് രോഗത്തിൻ്റെ തീവ്രതയും ചികിത്സാ ചെലവിൻ്റെ തോതുമനുസരിച്ച് 5,000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെയൊക്കെയാണ് ഇതിലൂടെ ധനസഹായമായിട്ട് ലഭിക്കാറുള്ളത്. ഇതിൽ ഉയർന്ന തുകകൾ അനുവദിക്കുന്നതിന് മന്ത്രിസഭയുടെ പ്രത്യേക അനുമതിയും കൃത്യമായ മാനദണ്ഡങ്ങളുമൊക്കെ തന്നെ ആവശ്യമാണെങ്കിൽ പോലും അർഹരായ അപേക്ഷകർക്ക് ഒരു ചെറിയ തുകയെങ്കിലും ധനസഹായമായിട്ട് ഉറപ്പായിട്ട് ലഭിക്കാറുണ്ട്. ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ റേഷൻ കാർഡ്, ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഒപ്പിട്ട മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, മേൽവിലാസം തെളിയിക്കുന്ന രേഖ, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവയോടൊപ്പം തന്നെ നിലവിൽ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും അപേക്ഷയോടൊപ്പം കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ആപ്ലിക്കേഷൻ ID നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അപേക്ഷ ഇപ്പോൾ ഏത് ഉദ്യോഗസ്ഥൻ്റെ പക്കലാണ് എത്തിയതെന്നും അതിൻ്റെ നിലവിലത്തെ അവസ്ഥ എന്താണെന്നും ഓൺലൈൻ വഴി തന്നെ കൃത്യമായി ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. തുടർന്ന് വില്ലേജ് അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ നടത്തുന്ന കൃത്യമായ പരിശോധനകൾക്കും ബോധ്യപ്പെടലുകൾക്കുമൊക്കെ തന്നെ ശേഷമായിരിക്കും അനുവദിക്കപ്പെട്ട തുക നേരിട്ട് അപേക്ഷകൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നഗരപ്രദേശങ്ങളിൽ സ്വന്തമായിട്ടൊരു സുരക്ഷിത ഭവനം സ്വപ്നം കാണുന്നവർക്കായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ PMAYU പദ്ധതിയുടെ പുതിയ ഘട്ടത്തിലേക്കുള്ള രജിസ്ട്രേഷൻ നടപടികളൊക്കെ തന്നെ ഇപ്പോൾ സജീവമായിട്ട് പുരോഗമിക്കുകയാണ്. നിലവിൽ വിവിധ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും അന്വേഷിച്ചാൽ നഗരവികസന മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെയും ഊർജ്ജസ്വലതയോടെയും നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതി ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതിനായിട്ട് അപേക്ഷകരുടെ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ EWS കാറ്റഗറി, കുറഞ്ഞ വരുമാനമുള്ളവർ LIG, ഇടത്തരം വരുമാനമുള്ളവർ MIG എന്നിങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് തിരിച്ചാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. തന്മൂലം അർഹരായിട്ടുള്ള ഏതൊരാൾക്കും തങ്ങളുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ ഇതിലൂടെ കൈപ്പറ്റാനാകും. അതിനാൽ ഈ പദ്ധതിയെക്കുറിച്ചുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ, ആവശ്യമായ രേഖകൾ, സബ്സിഡി നിരക്കുകൾ തുടങ്ങിയ മറ്റെല്ലാ വിശദാംശങ്ങളും നിങ്ങളുടെ അടുത്തുള്ള നഗരസഭ കാര്യാലയവുമായിട്ടോ അക്ഷയ കേന്ദ്രങ്ങളുമായോ ബന്ധപ്പെട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സമയപരിധിക്കുള്ളിൽ തന്നെ ആവശ്യമായ മുൻകരുതലുകളോടെയും കൃത്യതയോടുകൂടി അപേക്ഷ സമർപ്പിച്ച് ഈ സുവർണ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് താല്പര്യമുള്ളവരെല്ലാം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ കർഷകർക്കായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതിക്ക് ജൂലൈ 15 ഇന്ന് രാവിലെ 11 മണിക്ക് തുടക്കം കുറിക്കുകയാണ്. ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം എന്ന മുൻഗണനാ ക്രമത്തിലായിരിക്കും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുക. ഇലക്ട്രിക് മോട്ടോറുകൾ, മറ്റ് യന്ത്രവൽകൃത മോട്ടോറുകൾ, കൃഷി അനുബന്ധ മേഖലകളിൽ ഉപയോഗിക്കുന്ന വിവിധ ഉപകരണങ്ങൾ എന്നിവയെല്ലാം തന്നെ ഈ പദ്ധതിയിലൂടെ സബ്സിഡി നിരക്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. വിലയുടെ പകുതി തുക കർഷകൻ മുടക്കുമ്പോൾ ബാക്കി പകുതി തുകയാകട്ടെ സർക്കാരാണ് സബ്സിഡിയായിട്ട് നൽകുന്നത്. കർഷകർക്ക് ഏറെ പ്രയോജനപ്രദമായ ഈ പദ്ധതിയിലേക്ക് എത്രയും വേഗം തന്നെ അപേക്ഷിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതെങ്കിലും കാർഷിക സംഘത്തിലെ അംഗമാണെങ്കിൽ ഉപകരണങ്ങൾക്ക് വലിയ ശതമാനം വരെ സബ്സിഡി ലഭിക്കുന്ന പ്രത്യേക സ്കീമുകളുമൊക്കെ തന്നെ ഇതിലുണ്ട്. അതിനാൽ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങളുടെ സമീപമുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുക. കർഷകൻ്റെ ആധാർ കാർഡ്, ബാങ്ക് വിവരങ്ങൾ, അതോടൊപ്പം തന്നെ ഫോട്ടോ എന്നിവയാണ് അപേക്ഷിക്കാൻ ആവശ്യമുള്ളത്. കാർഷിക യന്ത്രങ്ങൾ വിൽക്കുന്ന അംഗീകൃത സ്ഥാപനങ്ങൾ വഴി നമുക്ക് സൗജന്യമായി തന്നെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. എന്നാൽ ഉപകരണത്തിൻ്റെ കർഷക വിഹിതം അത് കൃത്യമായി അടച്ചു വേണം രജിസ്റ്റർ ചെയ്യാൻ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കും. ഈ മാസം 21-ാം തീയതി കടമെടുപ്പ് നടക്കുമെന്നാണ് വിവരം. തുടർന്ന് 23, 24, 25 തീയതികളിലായിട്ട് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക നേരിട്ടെത്തും.
എന്നാൽ ഈ മാസത്തിലെ പെൻഷൻ മുടങ്ങിപ്പോകുമെന്ന രീതിയിലൊക്കെ തന്നെ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഇത് വ്യാജ വാർത്തയാണ്. ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകാൻ വേണ്ടിയാണ് ഈ മാസത്തിലെ പെൻഷൻ മുടക്കുന്നത് എന്ന തരത്തിലൊക്കെയാണ് ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള യാതൊരു അറിയിപ്പും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല. ഈ മാസത്തിലെ പെൻഷൻ കൃത്യമായി തന്നെ വിതരണം ചെയ്യുന്നതായിരിക്കും. ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഇതിലൊരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇനിയും വരാനായിട്ടുണ്ട്. എന്തായാലും ജൂലൈ മാസത്തിലെ പെൻഷൻ മുടക്കിക്കൊണ്ട് ഓഗസ്റ്റിൽ ഇരട്ടി പെൻഷൻ നൽകില്ല. അങ്ങനെ നൽകുകയാണെങ്കിൽ അത് സെപ്റ്റംബറിലെ പെൻഷൻ മുൻകൂറായിട്ട് നൽകാനാണ് കൂടുതലും സാധ്യത. ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് ഓഗസ്റ്റ് മാസത്തിൽ 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകുമോ, അതോ ഈ പ്രത്യേകമായിട്ടുള്ള അലവൻസുകൾ അനുവദിക്കുമോ, കുടിശ്ശിക തുക വിതരണം ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങളിലും ഇതുവരെ വ്യക്തമായ സർക്കാർ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഏതായാലും വരാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾക്ക് ശേഷം മാത്രമേ ഇക്കാര്യങ്ങളിൽ കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അതിനാൽ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വിശ്വസിക്കാതിരിക്കുക. നിലവിലെ വിവരം അനുസരിച്ച് ഈ രീതിയിലായിരിക്കും പെൻഷൻ വിതരണം ക്രമീകരിക്കുക. മിക്ക ഗുണഭോക്താക്കളും ഈ തുക വർദ്ധിപ്പിക്കുമോ എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുകയുണ്ടായി. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവുകളൊന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇതുവരെയായിട്ട് പുറത്തു വന്നിട്ടില്ല. തുക വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ കുറച്ചുകൂടി കാലതാമസം എടുത്തേക്കാം. എങ്കിലും 1 വർഷത്തിനകം തന്നെ പദ്ധതി നടപ്പിലാക്കുമെന്ന് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ വർധനവിനെ വളരെ അതീവ പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ടാണ് സർക്കാർ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ അല്പം കാലതാമസമൊക്കെ നേരിട്ടാലും ഈ ആനുകൂല്യം, അത് വർധനവ് വളരെ വൈകാതെ തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്. സംസ്ഥാനത്തെ ഓണക്കാലത്തെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതിനുമായിട്ട് സപ്ലൈകോയ്ക്ക് 253 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഓണവിപണിയിലെ സജീവമായിട്ടുള്ള ഇടപെടലുകൾക്കായിട്ട് 200 കോടി രൂപയും AY മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഓണക്കിറ്റുകൾ നൽകുന്നതിനായിട്ട് 53 കോടി രൂപയുമാണ് ഇതിലൂടെ വിനിയോഗിക്കുന്നത്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് ധനവകുപ്പ് ഈ തുക അനുവദിച്ചത്. ആവശ്യമെങ്കിൽ കൂടുതൽ തുക ആവശ്യപ്പെട്ട പിന്നീട് സർക്കാരിനെ സമീപിക്കുമെന്നും വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓണക്കാലത്ത് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ വഴി ആവശ്യ സാധനങ്ങളൊക്കെ ന്യായവിലയ്ക്ക് ലഭ്യമാക്കാനും അതോടൊപ്പം തന്നെ കുറഞ്ഞ നിരക്കിലുള്ള വിവിധതരം ഓണക്കിറ്റുകളൊക്കെ തന്നെ വിപണിയിലേക്ക് എത്തിക്കാനും തീരുമാനമായിട്ടുണ്ട്. മുൻ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഇത്രയും വലിയൊരു തുക ഒരുമിച്ച് ഓണവിപണിക്കായിട്ട് അനുവദിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. മുൻപ് സംസ്ഥാനത്ത് പരിമിതമായിട്ടുള്ള രീതിയിൽ മാത്രമാണ് ഓണസഹായങ്ങളൊക്കെ നൽകിയിരുന്നതെങ്കിൽ കോവിഡ് കാലത്താണ് സംസ്ഥാന വ്യാപകമായിട്ട് സൗജന്യ കിറ്റ് വിതരണം ആരംഭിച്ചത് തന്നെ. തുടർന്ന് എല്ലാ കാർഡുകൾക്കും കിറ്റ് നൽകിയിരുന്നെങ്കിലും 2022 മുതൽ ഇത് മഞ്ഞ കാർഡുകാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. ഇത്തവണ PHH പിങ്ക് കാർഡുകാർക്ക് കൂടി സൗജന്യ ഓണക്കിറ്റുകൾ നൽകണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ അത് തള്ളുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷവും മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് AY കാർഡുകൾക്ക് മാത്രമായിരിക്കും റേഷൻ കടകൾ വഴിയുള്ള സൗജന്യ ഓണക്കിറ്റ് ലഭിക്കുക. ഇതോടൊപ്പം തന്നെ നിലവിൽ നീല, വെള്ള, അതായത് മുൻഗണനേതര റേഷൻ കാർഡുകളുള്ള അർഹരായിട്ടുള്ള കുടുംബങ്ങൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക്, പിങ്ക്, മഞ്ഞ വിഭാഗത്തിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരമുണ്ട്. ജൂലൈ 17-ാം തീയതി വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായിട്ട് ഇതിനായിട്ട് അപേക്ഷിക്കാം. മുൻപേ അനർഹമായിട്ട് മുൻഗണനാ റേഷൻ കാർഡുകളൊക്കെ തന്നെ കൈവശം വെച്ചിരുന്നതിൽ നിന്നും അവ പിടിച്ചെടുക്കുകയും പലരും പിഴയൊടുക്കി കാർഡുകളൊക്കെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തതോടെ സംസ്ഥാനത്ത് 6,00,000-ലധികം ഒഴിവുകളാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള മുൻഗണനാ വിഹിതം നഷ്ടപ്പെടാതിരിക്കാൻ ഈ ഒഴിവുകൾ വേഗത്തിൽ നികത്തേണ്ടതായിട്ടുണ്ട്. അതിനാലാണ് സർക്കാർ അർഹരായവരിൽ നിന്ന് അടിയന്തരമായിട്ട് അപേക്ഷകൾ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. അർഹതയില്ലാത്തവർക്കെതിരെ കർശന പരിശോധനകൾ വരും ദിവസങ്ങളിലും തുടരുമെന്നതിനാൽ തന്നെ അർഹരായ എല്ലാ കുടുംബങ്ങളും ഈ അവസരം കൃത്യമായിട്ട് വിനിയോഗിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റം തുടരുന്നു. 2026 ജൂലൈ 14 ചൊവ്വാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 13,090 രൂപയിലും പവന് 80 രൂപ കുറഞ്ഞ് 1,04,720 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന് കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.